الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آل سيدنا ومولانا محمد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സബ്ബാത്തിന്റെ അയ്യുൽ വിശ്വസിക്കാൻ തൗഫീഖ് റഷീദ് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു മാപ്പ് തന്ന് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ തൗഫീഖ് റഷീദ് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മിത്രാദികൾ, ഈ പള്ളിക്കാട്ടിൽ മറവുണ്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ പവിത്രമായ അറഫാ ദിനവും ബലിപെരുന്നാളും നമ്മിലേക്ക് സമാഗതമാവുകയാണ്. കേരളത്തിൽ നിന്ന് മാസപ്പിറ കണ്ടതനുസരിച്ച് ബുധനാഴ്ച അറഫാ ദിനവും വ്യാഴാഴ്ച ബലിപെരുന്നാളുമാണ്. സാധാരണ പലപ്പോഴും ഉള്ളതുപോലെ തന്നെ സൗദി അറേബ്യയും നമ്മുടെ കൊച്ചു കേരളവും ഒരു ദിവസത്തെ മാറ്റമുണ്ട് മാസപ്പിറ കണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം മാസം കണ്ടാൽ, ഹിലാല് കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണമെന്നും നോമ്പനുഷ്ഠിക്കണമെന്നുമാണ്. അതനുസരിച്ചുകൊണ്ട് കേരളത്തിൽ മാസപ്പിറ കണ്ടതനുസരിച്ചുകൊണ്ട് വ്യാഴാഴ്ചയാണ് ബലിപെരുന്നാൾ, ബുധനാഴ്ചയാണ് അറഫാ ദിനം. അതിന് യാതൊരു വൈരുദ്ധ്യ പ്രശ്നങ്ങളും നമുക്ക് തോന്നേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം അങ്ങനെയാണ്. ഹദീസുകളിൽ കാണാം, മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ്, മഹദി ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്, ഷാമിലുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഖുറൈബ് റളിയല്ലാഹു അൻഹു ഷാമിൽ പോയപ്പോൾ ഫറഅയ്നൽ ഹിലാല ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രി മാസപ്പിറ കണ്ടു. സുമ്മ ഖദിംതുൽ മദീന ഫി ആഖിരി ശഹർ, മാസാവസാനം മദീനയിലേക്ക് തന്നെ മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മതാ റഅയ്തുൽ ഹിലാൽ, ഓ ഖുറൈബ് തങ്ങളെ, നിങ്ങൾ ഷാമിൽ എപ്പോഴാണ് മാസപ്പിറ കണ്ടത്? മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്നാഹു ലൈലത്തുൽ ജുമുഅ, മാസപ്പിറ ഞങ്ങൾ കണ്ടത് വെള്ളിയാഴ്ച രാത്രിയിലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലകിൻ റഅയ്നാഹു ലൈലത്തുൽ സബ്തി, പക്ഷേ ഞങ്ങൾ കണ്ടത് ശനിയാഴ്ച രാത്രിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ചയും നിങ്ങൾ വെള്ളിയാഴ്ചയുമാണ് മാസം ഉറപ്പിച്ചത്. മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ തക്തഫി ബിറുയതി മുആവിയത വസിയാമിഹി, നിങ്ങൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മാസം ഉറപ്പിച്ചതനുസരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കാമായിരുന്നില്ലേ? നിങ്ങൾക്കത് മതിയായിരുന്നില്ലേ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബിഹുല ഹാകദാ അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നാട്ടിൽ എപ്പോഴാണ് നിങ്ങൾ മാസപ്പിറ കണ്ടത് അതനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടത്, പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇങ്ങനെയാണ് പൂർവ്വസൂരികളായ നമ്മുടെ സലഫ് സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ബുധനാഴ്ച നമുക്ക് അറഫാ ദിനമാണ്, മക്കയിൽ ചൊവ്വാഴ്ചയാണ്, പ്രശ്നമില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിനത്തിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന എല്ലാ റഹ്മത്തുകളും ബറക്കത്തുകളും അല്ലാഹു നമുക്ക് ബുധനാഴ്ച നൽകും. മക്കത്തുള്ള അറഫാത്തിൽ ഒരുമിച്ച് കൂടിയ മഹാന്മാരായ ഒരുപാട് ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ സംഗമത്തിൽ നൽകുന്ന ഒരുപാട് ഉന്നതമായ ശ്രേഷ്ഠമായ പദവികൾ ചൊവ്വാഴ്ചയിൽ നൽകും. എല്ലാതും നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അറഫാ ദിനത്തിൽ 9 താസ്വഅ സുന്നത്താണ്, പ്രത്യേകം സുന്നത്തായ നോമ്പ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ ദിനത്തിന്റെ, അറഫാ സംഗമത്തിന്റെ പ്രത്യേകതകളും ഭൂരിഷതകളും ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറഫയുടെ പ്രഖ്യാപനം മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്.
നമുക്കറിയാം എന്ന് ഐക്യരാഷ്ട്രസഭ സമ്മതിച്ചിട്ടുള്ള മനുഷ്യന്റെ ധനത്തിനും ശരീരത്തിനും നൽകുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശം എന്ന് പറയപ്പെടുന്ന ലോകം അംഗീകരിച്ച് മനുഷ്യാവകാശ നിയമം നടപ്പിലാക്കിയത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഇതെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേക്കാൾ ഒന്നുകൂടെ ചൂടുവെച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന ദിമാഅകും വ അംവാലകും എന്ന് പറഞ്ഞു നിർത്തിയില്ല. മനുഷ്യന്റെ ശരീരത്തിനും ധനത്തിനും മാത്രമല്ല വഅറാദകും എന്നും കൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്, അതും ദംശിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറ ഖൗമുൻ, ഒരു ഖൗമിനെയും ഒരാളും തന്നെ പരിഹസിക്കാൻ പാടില്ല, ഒരാളുടെയും അഭിമാനത്തെ ദംശിക്കാൻ പാടില്ല. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ ഉച്ചനീചത്വങ്ങളെയും തുടച്ചു മാറ്റിക്കൊണ്ട്, എല്ലാവിധ അനൈക്യങ്ങളെയും തുടച്ചു മാറ്റിക്കൊണ്ട് ഐക്യത്തിന്റെ മന്ത്രങ്ങൾ ഒരു വലിയ സംഗമമാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. ലോകത്ത് ലക്ഷോപലക്ഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഏക സംഗമമാണ് അറഫ സംഗമം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അറഫ സംഗമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അത്ര നരകമോചനം മറ്റൊരു ദിനത്തിലും അല്ലാഹു തആല നൽകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം പ്രസിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജു. അല്ലാഹുവേ, ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, ഹാജി പൊറുക്കലിനെ തേടുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നാമേവരും ഹജ്ജിന് പോകുന്നവരോട് ദുആ വസിയത്ത് ചെയ്തവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രാർത്ഥന, അല്ലാഹുവേ, ഹാജിക്കും ഹാജി പൊറുക്കലിനെ ചോദിക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥനയുണ്ട്. നമുക്ക് ആശ്വസിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെല്ലാം വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താസ്വഅനെ കുറിച്ച് ദുൽഹിജ്ജ 9നെ സംബന്ധിച്ച് ചോദിച്ചു. ദുൽഹിജ്ജ 9ന്റെ അന്ന് നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൗമ അറഫത യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. വരാൻ പോകുന്ന വർഷത്തെയും കഴിഞ്ഞുപോയ വർഷത്തെയും പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. മഹാന്മാർ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നത്, ഈ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാകും, അല്ലാഹു പ്രത്യേകം ദീർഘായുസ് നൽകും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപം കൂടെ പുറത്തു കൊടുക്കുന്നു പറയണമെങ്കിൽ നാം വരാൻ പോകുന്ന ഒരു വർഷം കൂടെ ജീവിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയുടെ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.